കോഴിക്കോട് ഞെളിയംപറമ്പിൽ ജൈവമാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കും. ഭാരത് പെട്രോളിയം കോർപ്പറേഷനുമായി കരാറിൽ ഒപ്പുവെക്കും. നാളെ രാവിലെ കോഴിക്കോട് വെച്ച് നടക്കുന്ന ചടങ്ങ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് പെട്രോളിയം കോർപ്പറേഷനുമായി ചേർന്ന് നിർമ്മിക്കുന്ന കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റാണ് ഞെളിയൻപറമ്പിൽ ജൈവമാലിന്യ സംസ്കരണത്തിനായി തയ്യാറാകുന്നത്. ഇതിനായി സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും BPCLുമായി കരാറിൽ ഒപ്പുവെക്കും. പ്രതിദിനം 150 ടൺ മാലിന്യം സംസ്കരിക്കുന്നതിന് ശേഷിയുള്ള പ്ലാന്റാണ് നിർമ്മിക്കുക. ഒരു വർഷത്തിൽ 45,000 മെട്രിക് ടൺ ബയോവേസ്റ്റ് ബാധിപ്പിക്കും. മന്ത്രി എം ബി രാജേഷ്, ജില്ലയിലെ മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് പദ്ധതി ഉദ്ഘാടനം നടക്കുക. 2 വർഷത്തിൽ പദ്ധതി പൂർത്തീകരിക്കുമെന്ന് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. നമ്മുടെ നഗരത്തിന്റെ ശുചിത്വം കാക്കുന്ന ഡംപ്യാർഡായി നമ്മൾ കുറേ കാലങ്ങൾക്ക് മുമ്പേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഞെളിയംപറമ്പിൽ നമ്മുടെ എല്ലാ ജൈവ മാലിന്യവും സംസ്കരിച്ച് ഉപയോഗപ്രദമായിട്ടുള്ള കംപ്രസ്ഡ് ബയോഗ്യാസ് അത് നിർമ്മിക്കുന്ന BPCL എന്ന കമ്പനി കോഴിക്കോട് കോർപ്പറേഷനുമായി എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ് എന്നത്. സാധാരണ അവർ പറയുന്നത് 2 വർഷം കൊണ്ട് അവർക്കൊരു പ്ലാന്റ് പൂർത്തിയാക്കാൻ കഴിയും എന്നാണ്. കരാറിൽ ഒപ്പുവെച്ച് 24 മാസത്തിനുള്ളിൽ പ്ലാന്റ് നിർമ്മാണം പൂർത്തീകരിക്കും. പ്ലാന്റ് നിർമ്മാണത്തിനായി ഞെളിയൻപറമ്പിലെ 7 മുതൽ 8 ഏക്കർ വരെ സ്ഥലം BPCLന് ലീസിന് നൽകും. ബയോഗ്യാസ് നിർമ്മാണത്തിന് ആവശ്യമായി വരുന്ന 150 ടൺ മാലിന്യം പ്രതിദിനം കോർപ്പറേഷൻ പ്ലാന്റിൽ എത്തിച്ചു നൽകും. നിലവിൽ ഞെളിയൻപറമ്പിൽ ജൈവമാലിന്യ സംസ്കരണം നടത്തുന്ന വിൻഡോ കമ്പോസ്റ്റ് പ്ലാന്റ് തുടർന്നും അവിടെ പ്രവർത്തിക്കും. കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റോടെ കോഴിക്കോട് നഗരത്തിൽ വലിയ വെല്ലുവിളിയായിരുന്ന ജൈവമാലിന്യ പ്രശ്നത്തിന് ഇതോടെ ശാശ്വത പരിഹാരമാവുകയാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.